വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് കാണിച്ചു തരുന്നത് ഡബിൾ എക്സൽ സൈസിലുള്ള ഒരു മാക്സിയുടെ ഓൾട്രേഷനാണ്. അത് നമ്മുടെ പാകത്തിന് എങ്ങനെയാണ് ആക്കുക എന്നുള്ളതാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അതിനാദ്യം സ്ലീവ് നമ്മൾ അഴിച്ചു വെക്കണം. അതിന് ശേഷം നമ്മൾ മാക്സി 4ആയിട്ട് മടക്കിയിടുക. എന്നിട്ട് നമ്മൾ നമ്മുടെ അളവ് മാക്സിയിൽ നിന്ന് എല്ലാ അളവും എടുത്തിട്ട് ഇതിൽ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡർ ഇതിന് 15 ഇഞ്ച് മതി. പക്ഷേ ഡബിൾ എക്സൽ സൈസിലുള്ളതായതുകൊണ്ട് 19-20 ഒക്കെ ഷോൾഡർ വരുന്നുണ്ട്. അതേപോലെ ചെസ്റ്റ് എത്രയെന്നുള്ളത് നോക്കുക. അതുപോലെ വേസ്റ്റിൻ്റെ ലെങ്ത്തും വേസ്റ്റിൻ്റെ വൈഡും ഒക്കെ എത്രയെന്നുള്ളത് നോക്കുക. അതേ അളവിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആം ഹോൾ വരുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ 18ൻ്റെ പകുതി 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനിത് ഫസ്റ്റ് എല്ലാ മെഷർമെൻറ്റും ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ അളവ് എടുക്കുക, എന്നിട്ട് അതേപോലെ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ സ്ലീവിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് അഴിച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഷോൾഡറാണ് കൂടുതലെങ്കിൽ ഷോൾഡർ മാത്രമാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഷോൾഡർ വരുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ 15ൽ എൻ്റെ പകുതി 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്കൊക്കെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തതാണല്ലോ, അപ്പോൾ നമ്മൾ അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ആം ഹോളിൻ്റെ കർവ് എല്ലാതും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഇതിൽ കാണുന്നത് പോലെ നമ്മൾ വരച്ചു കൊടുക്കുന്ന ആം ഹോള് ഒരുപാട് മേലേക്ക് എടുക്കുന്നത് ഡബിൾ എക്സൽ സൈസിലുള്ളതായതുകൊണ്ട് ഒരുപാട് താഴെയാണ് ആം ഹോൾ കിടക്കുന്നത്. ഭയങ്കര സൈസാണ്. ആം ഹോളിന് ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മാക്സി സാധാരണ നമ്മൾ അളവെടുത്ത് സ്റ്റിച്ച് ചെയ്ത മാതിരി തന്നെ കറക്റ്റായിട്ട് വരും കേട്ടോ. 10.25 ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത്. അതിൻ്റെ 4ൽ ഒരു ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ അതേപോലെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ട് മാർക്ക് ചെയ്ത് ഇതേപോലെ എല്ലാ ഭാഗങ്ങളും മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലെങ്ത്ത് 50.5 ഇഞ്ചാണ് വേണ്ടത്. അത് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് ഞാനൊരു 51 ആക്കിൻ്റെ പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെ 52 ഇഞ്ച് എടുത്തിട്ട് അതിൻ്റെ അടിവശം നമ്മളൊന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. സൈഡിലേക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ